ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വാക്യമാണ്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. മത്തായി ഇവിടെ സുവിശേഷം എഴുതിയപ്പോൾ യേശു കർത്താവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തിലൂടെ മത്തായി എടുത്തു പറയുവാൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടിരുന്ന 3 പ്രധാന കാര്യങ്ങളായിരുന്നു. യേശു കർത്താവ് യഹൂദന്മാരുടെ പള്ളികളിൽ ചെന്ന് ഉപദേശിക്കുന്നവനായിരുന്നു. യേശു കർത്താവ് പ്രസംഗിക്കുമായിരുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പട്ടണം തോറും ഗ്രാമം തോറും യേശു കർത്താവ് സഞ്ചരിക്കുന്നവനായിരുന്നു. ഇവിടെ എന്നിട്ടൊരു കാര്യം കൂടെ പറയാണ്. താൻ ചെന്ന സകല പട്ടണങ്ങളിലും താൻ ചെന്ന സകല ഗ്രാമങ്ങളിലും സകലവിധ ദീനവും വ്യാധിയും ഉള്ള ആൾക്കാരെ സൗഖ്യമാക്കുകയും ചെയ്തു. യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി പറയുന്നു, യേശു കർത്താവ് ഉപദേശിക്കുമായിരുന്നു. യേശു കർത്താവ് സിനഗോഗുകളിൽ ചെന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, താൻ പ്രസംഗിക്കുന്ന കാര്യം തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. യേശു കർത്താവ് ഏത് രോഗികളെയും കണ്ടാൽ, ഏത് ദീനവും കണ്ടാൽ, ഏതു വ്യാധിയും കണ്ടാൽ യേശു കർത്താവ് അവരെ സൗഖ്യമാക്കി. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവിലൂടെ നടന്ന അത്ഭുത പ്രവർത്തികൾ അനവധിയാണ്. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ 21-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയാണ്, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. യേശുവിനോട് ചേർന്ന് നടന്ന, യേശുവിൻ്റെ നെഞ്ചോട് ചാരിയിരുന്ന യോഹന്നാൻ ഇവിടെ പറയാണ്, യേശു കർത്താവ് ചെയ്തത് പലതുമുണ്ട്, മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ പോലും ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ യേശു കർത്താവ് അത്ഭുതങ്ങളുടെ കർത്താവായിരുന്നു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടരുടെ കണ്ണ് തുറന്നു, ചെകിടരുടെ ചെവി തുറന്നു. ആ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ഇവിടെ മത്തായി എഴുതുമ്പോൾ അവിടെ 3 കാര്യം പറയാണ്. പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് പള്ളിയിൽ ഉപദേശിച്ച് പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി ആ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മത്തായി എഴുതിയ സുവിശേഷം 6, 7, 8 അധ്യായങ്ങളിലൊക്കെ നാം നോക്കുമ്പോൾ 5 മുതലുള്ള അധ്യായങ്ങൾ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. നാം എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, നാം എങ്ങനെ ആയിരിക്കണം എന്നെല്ലാം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ 5, 6, 7, 8 അധ്യായങ്ങളിലൊക്കെ വരുന്നത്. അത് കഴിയുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് മത്തായി എഴുതിയിരിക്കുന്നത്. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. യേശു കർത്താവ് അവരെ ഉപദേശിക്കുമ്പോൾ അധികാരമുള്ളവനായിട്ട്, ആമേൻ, ഹല്ലേലൂയ, മറ്റ് ശാസ്ത്രിമാരെ പോലെയല്ല,
അധികാരമുള്ളവനായിട്ടാണ് അവരെ ഉപദേശിക്കുവാനിടയായി തീർന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നോ ആ പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം, ആമേൻ ഹല്ലേലൂയ, അത് മുഴുവനുമായി ചെയ്ത കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം നസറേത്തിൽ എങ്ങനെയായിരുന്നു യേശുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോഴവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. 4-ാം അധ്യായത്തിൽ പറയുകയാണ്. ആ 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ വളർന്ന നസറത്തിൽ അവൻ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാ പ്രവചനത്തിൽ കൂടെ തന്നിലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പൂർത്തീകരണം കർത്താവോടെ നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശു കർത്താവിന് എന്തിനു വേണ്ടി പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചോ അത് താൻ തന്നെ അവിടെ വായിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് ആമേൻ എന്നെ അഭിഷേകം ചെയ്യാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം വായിച്ചത് അത് തന്നെയാണ്. യേശു കർത്താവ് ചെയ്ത പ്രവർത്തികളാണ് നാം വായിച്ചത്. എന്താ നാം വായിക്കുവാനിടയായി തീർന്നത്? യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവിൻ്റെ ഹാലിലെ പരസ്യ ശുശ്രൂഷ, തൻ്റെ ശുശ്രൂഷ എങ്ങനെയുള്ളതായിരുന്നു? താൻ രോഗികളെ സൗഖ്യമാക്കി, താൻ ഉപദേശിക്കുവാനിടയായി തീർന്നു, പ്രസംഗിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മെയും കർത്താവ് ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അത് തന്നെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്നത് ഇങ്ങനെയാണ്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ കൈവിടത്തില്ല. എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടണം. നമ്മൾ പുറപ്പെട്ട് കടന്നുപോയി അനേകരോട് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പറയണം. അനേകരെ ഉപദേശിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കർത്താവ് നമ്മളോട് പറഞ്ഞത് നാം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലെത്താൻ പറ്റുള്ളൂ. കർത്താവ് പറയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, ഞാൻ
പറഞ്ഞ കാര്യം ചെയ്യുന്നവനാണ് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ ഹല്ലേലൂയ യോഗ്യതയുള്ളവരായി തീരുന്നത്. ആ കർത്താവ് അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് വരുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം മറന്നു പോകല്. യേശു കർത്താവ് സകലത്തിലും നമുക്ക് മാതൃക കാണിച്ചു തന്ന കർത്താവാണ്. ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിന്മേൽ മരിച്ച് നമുക്ക് വേണ്ടി ഹല്ലേലൂയ സകലതും നിവർത്തിച്ച ദൈവമാണ്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ആ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആ വചനം ദൈവനിശ്വാസ്യമായ വചനമാകിയാൽ ആ വചനത്തിൽ വിശ്വസിച്ച് നാം ഏറ്റെടുത്ത് കർത്താവ് പറഞ്ഞതുപോലെ നാം ചെയ്തെങ്കിൽ മാത്രമേ നിത്യതയിൽ നമുക്ക് കർത്താവിനോടുകൂടെ പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനുസരിച്ച ആ ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമൊക്കെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ യേശു കർത്താവ് പറഞ്ഞതുപോലെ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവിടെ തന്നെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുത്തിട്ട് ആ ശിഷ്യന്മാർ അവർ കടന്നുപോയ സ്ഥാനങ്ങളിലൊക്കെ യേശു കർത്താവിനെക്കുറിച്ച് ഉപദേശിച്ചു, യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞു. അവർ സാക്ഷികളായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ പത്രോസ് പറയാണ്. പത്രോസ് ഹല്ലേലൂയ ജാതികളിലേക്ക് സുവിശേഷവുമായി കടന്നു ചെന്ന വ്യക്തിയാണ്. കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. അവിടെ പത്രോസ് മറ്റുള്ളവരോട്, ജാതികളോട് പറയുകയാണ്, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആ കർത്താവ് എന്ത് ചെയ്തോ അത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവരത് കേട്ട് വിശ്വസിച്ച് അനേകർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ അത് ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മളോട് എൻ്റെ കർത്താവ് എന്തു പറഞ്ഞിട്ടുണ്ടോ അത് നാം അനുസരിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. ഇവിടെ മത്തായി പറയുകയാണ്, കർത്താവ് ഹല്ലേലൂയ ആമേൻ പള്ളികളിൽ ചെന്ന്, അവരുടെ സിനഗോഗുകളിൽ ചെന്ന് ഉപദേശിച്ചു. ആ കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് കർത്താവ് ഹല്ലേലൂയ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. ജാതികളുടെ ആ രോഗികളെ സൗഖ്യമാക്കി, പിശാച് ബാധിച്ചവരെ വിടുവിച്ചു. ആ ചെയ്തതൊക്കെയും നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിരിക്കുകയാണ്. നാം ഇതുപോലെ ചെയ്യണം. കർത്താവ് പറഞ്ഞതുപോലെ നാം അനുസരിച്ചെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മിൽ പ്രീതി തോന്നത്തുള്ളൂ. ആ കർത്താവ് നമ്മെ നോക്കുമ്പോൾ നാം കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടോ എന്നാണ് കർത്താവ് നോക്കുന്നത്. ആ കർത്താവിനെ നമുക്ക് അനുസരിക്കാം. കർത്താവ് ചെയ്തതുപോലെ നമുക്കും പോകാം. പട്ടണം തോറും നമുക്ക് പോയി കർത്താവിൻ്റെ ഹല്ലേലൂയ സാക്ഷ്യം വഹിക്കുന്നവരായി തീരാം. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കർത്താവേ, അടിയങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവേ അങ്ങയുടെ ഹാലിൽ വേലയ്ക്കായിട്ട് ഒരുക്കണമേ. അനേകരുടെ ഇടയിലേക്ക് അയക്കണമേ കർത്താവേ. തിരുനാമത്തെ ഉയർത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകല യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.